നമസ്കാരം. പ്രധാന വാർത്തകൾ. വന്യമൃഗ നിലനിൽക്കുന്നിടത്ത് രാത്രിയിൽ ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരമാണ്. നരഭോജി കടുവയെ പിടികൂടാത്തതിൽ വയനാട്ടിൽ ജനരോഷം കത്തുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ. വനം മന്ത്രി വിളിച്ച അടിയന്തര യോഗം നാളെ. കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്ക്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഭീതി പടർത്തിയ പുലി കൂട്ടിലായി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം പാളിയതോടെ കൂടുതൽ ശക്തനായി കെ സുധാകരൻ. കോൺഗ്രസിലെ ചേരിപ്പോരിൽ വി ഡി സതീശന് ഹൈക്കമാൻഡിന്റെ താക്കീത്. ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം. വയനാട് ഡിസിസി ട്രഷററുടെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ MLA അറസ്റ്റിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയച്ചു. കുടുംബത്തിന്റെ പരാതി ന്യായമെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. നേതൃത്വം ജാഗ്രത കാണിച്ചില്ലെന്നും വിമർശനം. ആലുവയിലെ ഭൂമി ഇടപാടിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം എടത്തല പഞ്ചായത്തിലെത്തി രേഖകൾ പരിശോധിച്ചു. ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടിക്ക് കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ GCDAയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം. ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ഇടപെടൽ അന്വേഷിക്കും. അടൂരിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. 7ാം ക്ലാസ് മുതൽ പീഡനത്തിനിരയായെന്ന് കുട്ടിയുടെ മൊഴി. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറും. നിർണായക ഉത്തരവ് US സുപ്രീംകോടതിയുടേത്. റാണ ഗൂഢാലോചന നടത്തിയെന്നും ഭീകരർക്ക് സഹായം നൽകിയെന്നും കണ്ടെത്തൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ഇന്ന് ചെപ്പോക്കിൽ. ഫിറ്റ്നസ് തെളിയിച്ചാൽ ഷമി തിരിച്ചെത്തും. അഭിഷേക് ശർമ്മയ്ക്ക് പരിക്കേറ്റതിനാൽ ഓപ്പണിംഗിലും മാറ്റത്തിന് സാധ്യത. വാർത്തയിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നരഭോജി കടുവയെ പിടിക്കാത്തതിലാണ് നാട്ടുകാർ വൻ പ്രതിഷേധമുയർത്തുന്നത്. 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് അറിയിച്ച കളക്ടർ എത്താത്തതും നാട്ടുകാരെ പ്രകോപിതരാക്കി. ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരമാണ്. വെല്ലുവിളിയില്ല. ഉന്നത റവന്യൂ അധികാരി ഞങ്ങൾക്ക് സംരക്ഷണം, പോലീസിന്റെ സംരക്ഷണം, നിയമപരിരക്ഷ. പക്ഷെ ഒരു പൌരന്റെ സംരക്ഷണം എന്ന് പറയുന്നത് റവന്യൂ ആണ്. ആ റവന്യൂ അധികാരി വരാതെ ഈ സമരത്തിൽ നിന്ന് കടികട ഞങ്ങൾ പുറകോട്ടില്ല. അതിനായ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായപ്പോൾ 1.5 മണിക്ക് CCF പറഞ്ഞതാണ്, DFO പറഞ്ഞതാണ്, കളക്ടർ ഉൾപ്പെടെ വരുമെന്ന് ബഹുമാനപ്പെട്ട പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞിരുന്നു, പ്രത്യാശ പങ്കുവച്ചിരുന്നു. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ 1.25 മണിക്കൂർ, ഇപ്പോൾ 3/4 മണിക്കൂറോളം നമ്മൾ പ്രതിഷേധിച്ചിട്ട് പോലും CCFന്റെ വാതിൽ കൊട്ടിയടക്കിയിരുന്നത് എന്റെയും നിങ്ങളുടെയും പൌരാവകാശത്തിന്റെ മേലെയുള്ള മുഖത്തേക്കുള്ള അടിയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ്. അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല, അവർക്ക് കലക്ടറെ കിട്ടുന്നില്ല, ഉന്നതാധികാരികൾ അവരോട് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരോട് പറയണം? ഞങ്ങൾക്ക് ആകെ പറയാനും അഭയവുമുള്ളത് നിങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. ഏറ്റവും ഒടുവിലെ ഞങ്ങളുടെ വേദന, ഈ ഒരു ഘട്ടത്തിൽ
പോലീസുകാരുൾപ്പെടെ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നവർ, നമ്മൾ ചേർന്ന് നിന്നവർ ഇന്ന് ലാത്തിയും ചില ആയുധങ്ങളുമൊക്കെ പ്രയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളുടെ ശത്രു പട്ടികയിലായിരിക്കും. എം.എസ്. അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, രാത്രി വൈകിയാലും സമരം തുടരും, നാട്ടുകാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥർ എത്തണം, കളക്ടർ എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നു. അത്രമേൽ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഉദ്യോഗസ്ഥർ അവിടെ എത്തുമോ? കളക്ടർ എത്തുമോ? സംഘർഷ സാധ്യത ഇല്ലാതാക്കാനുള്ള ഇടപെടലുകൾ എങ്ങനെ? രേണുക, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ആളുകളുടെ കാത്തിരിപ്പ് ഇനിയും നീണ്ടാൽ ഒരുപക്ഷെ വീണ്ടും ഒരു കയ്യാങ്കളിയിലേക്കും ഇത്തരത്തിലെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. രാത്രി വൈകിയും സമരം തുടരും എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ 11 മണിക്ക് ഏതാണ്ട് രാധയുടെ സംസ്കാര ചടങ്ങുകൾ തീർന്നപ്പോഴാണ് ഈ നാട്ടുകാർ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരികയും ഡിഎഫ്ഒയുമായി ആദ്യം സംസാരിക്കുകയും ചെയ്ത് ഈ കടുവയെ വെടിവെച്ച് പിടികൂടാനല്ല, മറിച്ച് കൂടുകളിൽ വെച്ച് കൂട്ടിൽ പിടികൂടി മറ്റൊരിടത്തേക്ക് തുറന്നുവിടാനാണ് ഈ വനംവകുപ്പിന്റെ പദ്ധതികൾ എന്നാണ് നാട്ടുകാരുടെ വിമർശനം. ഒപ്പം ഇന്നലെ രാത്രിയിലും മറ്റുമൊക്കെ പടക്കം പൊട്ടിച്ച് ഈ കടുവയെ സ്ഥലത്തു നിന്നും ഓടിക്കാൻ, ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കങ്ങൾ നടത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ, അല്ലെങ്കിൽ സർക്കാരിന്റെ പക്കൽ നിന്നും ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന് നാട്ടുകാർ അറിയിച്ചു. ഇതേ തുടർന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ജില്ലാ കളക്ടർ 3 മണിയോടുകൂടി സ്ഥലത്തെത്തും എന്നറിയിച്ചത്. പക്ഷേ 3 മണി കഴിഞ്ഞ് 4 മണി കഴിഞ്ഞിട്ടും കളക്ടർ എത്താതെ വന്നതോടുകൂടിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് എഡിഎം അല്പസമയത്തിനകം ഇവിടേക്ക് വരും എന്നറിയിച്ചിട്ടുണ്ട്. നമുക്ക് സമീപത്ത് തന്നെ കാണുന്ന ഒരു ഗസ്റ്റ് ഹൌസ് പോലെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് അല്പസമയത്തിനകം എഡിഎം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തഹസീൽദാർ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തഹസീൽദാർ, റവന്യൂ ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ പിന്മാറൂ എന്നറിയിച്ചിരുന്നു. തഹസീൽദാരുണ്ട്. തൊട്ടു പിന്നാലെ എഡിഎം ഇപ്പോൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം നഗരസഭയുടെയും മറ്റുമൊക്കെ ജനപ്രതിനിധികൾ എന്നിവരും അവിടേക്ക് പോയിരുന്നു. ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷം ഒരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രക്ഷോഭം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യസംഘം അല്പസമയം മുമ്പ് കാട്ടിലേക്ക് പോയിരുന്നു. മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങളടക്കം ആയാണ് ആ സംഘം അങ്ങോട്ട് പോയത്. RRT സംഘമുണ്ട്, അവർ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ രാവിലെ മുതൽ പലവട്ടം ക്യാമറ ട്രാപ്പിൽ ഈ കടുവയെ കിട്ടി, കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും ആ കിട്ടിയ ലൊക്കേഷനൊക്കെ നോക്കിയാണ് ഈ സംഘം ഇപ്പോൾ കാട്ടിലേക്ക് പോയിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ വ്യക്തതയില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞിരുന്നത്. ഉത്തരവിൽ വ്യക്തതയില്ല, കൂട് വെച്ച് പിടിക്കാനാണ് അവർ നോക്കുന്നത്, മറ്റൊരിടത്ത് കൊണ്ട് തുറന്നുവിടും, അവിടെയും ജനങ്ങൾ ദുരിതം അനുഭവിക്കും ഞങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ അരുൺ സക്കറിയയും സംഘവും അവിടെ എത്തിയിരിക്കുന്നു. അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നത് എന്തിന്റെ സൂചനയായി കാണണം? കടുവയെ കാണുകയാണെങ്കിൽ വെടിവെക്കാനുള്ള നീക്കം തന്നെയാണോ? രേണുക, 3 തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകി വനവകുപ്പ് മുൻതൂക്കം കൊടുക്കുന്നത് ഈ കൂടുവെച്ച് കടുവയെ പിടികൂടുക എന്നതിനാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇന്നലെ രാധയെ കടുവ കൊന്നതിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. ആ കൂട്ടിനുള്ളിൽ ജീവനുള്ള ആടുണ്ട്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്ത് ഒരു വനമേഖലയുടെ പ്രതീതി സൃഷ്ടിച്ചു തന്നെയാണ് ആ കൂട് വെച്ചിരിക്കുന്നത്. ആ കൂട്ടിൽ ഈ കടുവ കുടുങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. രണ്ടാമത്തെ മാർഗമാണ് ഈ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത്. CCF അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. DFO ഉണ്ട്, CCF ഫണ്ട്. അവർ രാവിലെ മുതൽ അവരെ ആ കെട്ടിടത്തിൽ തന്നെ തുടരാനാണ് സമരക്കാർ നിർബന്ധിച്ചത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബന്ദികളാക്കി ആ കെട്ടിടത്തിൽ തന്നെ അവരെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ അടക്കം പിന്തുണ അകമ്പടിയോടുകൂടി അവർ ആ ജനപ്രതിനിധികളുടെയും ADMന്റെയും ഒക്കെ യോഗം നടക്കുന്ന ഇടത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ 2 പേരും ആ കെട്ടിടത്തിനുള്ളിൽ തന്നെയായിരുന്നു, കെട്ടിടത്തിനുള്ളിലെ മുറിയിലായിരുന്നു. ആ മുറിയിലേക്കാണ് അല്പസമയം മുമ്പ് നാട്ടുകാർ
പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ സമയത്തും കളക്ടർ എത്തിയാൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്നാൽ കളക്ടർ ഈ ചീഫ് സെക്രട്ടറി വിളിച്ച ഏതോ അത്യാവശ്യ യോഗത്തിലിരിക്കുന്നു എന്ന് പിന്നീട് സമരക്കാരോട് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് റവന്യൂ അധികൃതർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയാൽ ആ സമരം അവസാനിപ്പിക്കാമെന്ന് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എഡിഎമ്മും തഹസീൽദാരും ഇപ്പോൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ശരി, എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. അത് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ഇനി ചർച്ചകൾ നടന്ന് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അരുൺ സക്കറിയും സംഘവും കാട്ടിലേക്ക് കടുവയെ തേടി ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ജനങ്ങൾ വലിയ അസ്വസ്ഥരാണ്, ഭീതിയിലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രതിഷേധമായി അവിടെ രൂപപ്പെടുന്നുമുണ്ട്. നാളെ വയനാട്ടിൽ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പ്രദേശത്ത് തുടരുകയാണ്. അസാധാരണ സാഹചര്യമാണ് വയനാട്ടിലേത്. ജനങ്ങളാകെ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും സംഘടിക്കുന്നു. കടുവയെ പിടികൂടുന്നതിന് പുറമെ ജനരോഷം ശമിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തേണ്ട സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് നാളെ അടിയന്തരമായി യോഗം ചേരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഇതിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീടിന് സമീപത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രഖ്യാപിച്ച ഹർത്താൽ മാനന്തവാടിയിൽ തുടരുകയാണ്. വനം വന്യജീവി സംഘർഷം അസാധാരണ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെ സർക്കാരും രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. പല ആക്രമണങ്ങളും ഒറ്റപ്പെട്ടതെന്ന് നിലപാടെടുക്കുമ്പോഴും മലയോര ജില്ലകളിൽ വന്യജീവി സംഘർഷങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് വെല്ലുവിളി. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഭീതി വിതച്ച പുലി കൂട്ടിലായി. പെരുമ്പുള്ള കൂരിയാട് മലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ആഴ്ചകളായി ഭീതിയിലായിരുന്നു കോഴിക്കോട് മലയോരം. കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുളക്കുരിയോത്ത് ഭാഗത്ത് മാസങ്ങളായി ഭീതി പരത്തിയ പുലിയാണ് കൂട്ടിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൂടരഞ്ഞി സ്വദേശിനിയായ വീട്ടമ്മയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ 3 ആഴ്ച മുമ്പ് വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൂട്ടിൽ പുലി കുടുങ്ങിയത്. സന്തോഷായി. ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. 2 ദിവസം മുമ്പ് ഞാൻ അതിനെ കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ന്യൂസ് പുറത്ത് വിടാതിരുന്നതാ, കൂട്ടി കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുകളിൽ ആ കൂട് വെച്ചിരിക്കുന്നതിന്റെ കുറച്ച് മുകളിലുണ്ടായിരുന്നത്. അന്ന് പിന്നെ ഞാൻ ആടിനെ കൊണ്ട് കയറിയപ്പോ കണ്ടതാണ്. അപ്പൊ പിന്നെ ന്യൂസ് പുറത്ത് വിട്ടില്ല, അത് കൂട്ടിക്കയറുവാണെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും സമാധാനമായി, അതിനെ പിടിച്ചല്ലോ. മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയും കൊന്നിരുന്നു. 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള രീതിയിൽ പുലിയുടെ സാന്നിധ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ കൂട് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം ഇന്ന് ഇത് കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഇതോടുകൂടി മാറുകയാണ്. പിടികൂടിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെത്തിച്ചു. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാകും എവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമാക്കുക. ഇന്നലെ രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിനെ പ്രദേശത്ത് നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല, ഏതെങ്കിലും സൂയിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് വാദിയാർ ചള്ളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റ വിജയനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങിയത് നോക്കാൻ പോയപ്പോഴാണ് സംഭവം. പുലർച്ചെ 4:45ഓടെയാണ് സ്ഥിരമായി ആനയിറങ്ങുന്ന സ്ഥലത്ത് കാട്ടാന ആക്രമണം ഉണ്ടായത്. കുറേ ദിവസമായി മേഖലകൾ ആനയുടെ ഇടത്താവളങ്ങളാണ്. UDF യാത്ര സമാപിക്കുമ്പോൾ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കുമെന്നും ഇത് സർക്കാരിന് സമർപ്പിക്കുമെന്നും VD സതീശൻ. താൻ മന്ത്രിയായതുകൊണ്ടാണോ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് എന്നാണ് വനം മന്ത്രി ചോദിക്കുന്നത്. ഫെൻസിംഗിന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല സർക്കാരെന്നും സതീശൻ കുറ്റപ്പെടുത്തി.
വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരുമെന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചോദിച്ചു. മാനന്തവാടിയിൽ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നു. അധികാരികൾ ഇനിയെങ്കിലും മലയോര ജനതയെ പ്രഖ്യാപനങ്ങൾ നൽകി വഞ്ചിക്കരുത് എന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും. വിവിധ സമയങ്ങളിൽ ചികിത്സയ്ക്കെത്തിയ 8 കുട്ടികളിലാണ് രോഗബാധയുണ്ടായത്. ഈ കുട്ടികളൊന്നും ഒരേ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരോ വെള്ളം കുടിച്ചവരോ അല്ല. ആരോഗ്യവകുപ്പിനെ ആശങ്കപ്പെടുത്തുന്നത് ഇതാണ്. സ്ഥലത്തെത്തിയ DMO സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി 2 മണി മുതലായിരുന്നു. 2 മണിക്ക് ഛർദ്ദിച്ചു. അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഡോക്ടറൊന്നുമില്ല, രാവിലെ ആവട്ടെ, രാവിലെ ഇഞ്ചക്ഷൻ എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അത്രയും നേരം 6 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു മോനെ വെച്ചുകൊണ്ട്. മോന് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും പോലെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്, റാൻഡാക്കിൻ്റെ ഇഞ്ചക്ഷൻ. ഇന്നലെ രാത്രി മോൾ ഛർദ്ദിച്ചതിന് ശേഷം ORS കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ കറുത്ത് പായൽ ഉള്ളതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടപ്പിലും അതിൻ്റെ അകത്തും എല്ലാം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ആശുപത്രിയിൽ നിന്ന് രോഗബാധ കുട്ടികൾക്കുണ്ടായി എന്നാണോ സംശയിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൂട്ടിരിപ്പുകാരൊക്കെ പറയുന്നത്? രേണുക, ആശുപത്രിയിൽ നിന്നാണോ പകർന്നത് എന്നുള്ളത് ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾ വിവിധ സമയങ്ങളിൽ എത്തിയ കുട്ടികളാണ്, അവിടെ ചികിത്സ തേടി എത്തിയവരാണ്. ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ ആ വാർഡിൽ കഴിയുകയായിരുന്നു ഈ കുട്ടികൾ. 1.5 വയസ്സ് മുതൽ 8 വയസ്സുള്ള വിവിധ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികൾ ആരും തന്നെ ഒരേ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരല്ല, ഒരേ സ്ഥലത്ത് നിന്നുള്ള വെള്ളം വാങ്ങി കുടിച്ചവരല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതെവിടെ നിന്ന് ഈ രോഗം പെട്ടെന്ന് പടർന്നു. എല്ലാ കുട്ടികൾക്കും ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. രാത്രിയായിരുന്നു കുട്ടികൾ കഠിനമായ വയറുവേദനയും ഒപ്പം ഛർദിലും വയറ്റിളക്കവുമായി കുട്ടികൾക്ക് രൂപപ്പെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതരെ രക്ഷിതാക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ചികിത്സ ഇന്ന് ഉച്ചയോടുകൂടി ലഭിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു ആരോപണം. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറില്ല, വിളിച്ചാൽ ഡോക്ടറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന നഴ്സുമാർ എന്നാണ് കൂട്ടിരിപ്പുകാർ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അതേസമയം ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ, ആഹാര സാമ്പിളുകൾ സ്വീകരിച്ച് അവ പരിശോധനയ്ക്ക് അയക്കാനുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു വിഷയം ഉള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് എപ്പോഴായിരിക്കാം അങ്ങനെയാണെങ്കിൽ കുട്ടികൾ കഴിച്ചത്. ആ ഭക്ഷണം എന്തായാലും അത് കഴിഞ്ഞിരിക്കാം. അപ്പോൾ അത് ആ സാമ്പിൾ എടുക്കുന്നത് എത്ര കണ്ട ഫലം കാണുമെന്നുള്ളത് ബുദ്ധിമുട്ടാകും എന്നുള്ളതും ചില വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നു. പക്ഷേ എന്തായാലും 8 കുട്ടികൾ ആരോഗ്യ അവസ്ഥ മോശമായതിനെ തുടർന്നായിരുന്നു അവിടെ വയറിളക്കവും ഛർദിലുമായി ഇരിക്കുകയായിരുന്നു. കുട്ടികളെ ഇപ്പം തൽക്കാലം മറ്റൊരു വാർഡിലേക്ക് മാറ്റി. ഇവരുടെയൊക്കെ നില ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. രേണുക, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. KPCC അധ്യക്ഷന് ഹൈക്കമാൻഡ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി K സുധാകരന്റെ നിർണായക കൂടിക്കാഴ്ചയുടൻ കണ്ണൂരിൽ വെച്ചാണ് പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടക്കുക. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും ഉടൻ മാറ്റിയേക്കുമെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരുമെന്ന വാർത്ത ന്യൂസ് 18 ആണ് ഇന്നലെ പുറത്തുവിട്ടത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ K സുധാകരന് ഹൈക്കമാൻഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് K സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ദേശീയ നേതൃത്വത്തിന് KPCC കൈമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലുണ്ടായ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല.
നമ്മൾ പട്ടിക വല്ലതും കൊടുത്തിട്ടുണ്ടോ? പട്ടിക കൊടുത്തു എന്നൊക്കെ സംബന്ധിച്ചവരുണ്ടോ? ഒരു പട്ടിക കൊടുത്തു എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനിടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിയോഗിച്ച ഉപസമിതി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറി. ആരോപണ വിധേയർക്കെതിരെ നേരിട്ടുള്ള പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിൽ ഇല്ലെങ്കിലും DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് സൂചന. മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് AICC നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസ് തലപ്പത്തെ അഴിച്ചുപണി തിടുക്കത്തിൽ വേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പെട്ടെന്ന് അങ്ങനെ ഒരു അഴിച്ചുപണിയിലേക്ക് കടന്നാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന K സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിച്ചേക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആശയക്കുഴപ്പം അവസാനിച്ചു. KPCC അധ്യക്ഷനായി K സുധാകരൻ തുടരും. രാവിലെ ന്യൂസ് 18 തന്നെയാണ് ഹൈക്കമാൻഡ് തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടിലാണെന്ന വാർത്ത പുറത്തുവിട്ടത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞങ്ങൾ മുമ്പേ പറഞ്ഞു വാർത്തയിലെ വാസ്തവം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനെയും മാറ്റണമെന്ന നിലപാടാണ് സുധാകരൻ പക്ഷത്തിന്. ന്യൂസ് 18 വാർത്തയിൽ എന്നും മുന്നിൽ. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ന്യായമുണ്ടെന്നാണ് KPCC ഉപസമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട്. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ലെന്ന വിമർശനവുമുണ്ട്. തുടർച്ചയായ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് IC ബാലകൃഷ്ണൻ MLAയുടെ അറസ്റ്റ്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും മരണത്തിൽ MLA ഒന്നാം പ്രതിയാണ്. മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇന്നലെ അന്വേഷണ സംഘം MLAയുടെ വീട്ടിലടക്കമെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതിനിടെ NM വിജയന്റെ മരണത്തിൽ KPCC ഉപസമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ലെന്നാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. കുടുംബത്തിന് സഹായവും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും KPCC ഉപസമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. സഹകരണ മേഖലയിൽ മോശം പ്രവണതകളുണ്ടെന്നും സമിതി. സഹകരണ മേഖലയിലെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടലുണ്ടാകണം. എന്നാൽ റിപ്പോർട്ടിൽ നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് പരാമർശമില്ല. അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിന് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും ചെറുതല്ല. ന്യൂസ് 18 വയനാട്. മുൻ MLA PV അൻവറിനെതിരായ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ആലുവയിലെ 11.46 ഏക്കർ പാട്ടഭൂമി അനധികൃതമായി പോക്കുവരവ് ചെയ്തെന്ന പരാതിയിലാണ് നടപടി. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് സംഘമാണ് എടത്തല പഞ്ചായത്തിലെത്തി രേഖകൾ പരിശോധിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും രേഖകളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. അനധികൃതമായി പോക്കുവരവ് ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന ഭൂമിയിലും സംഘം പരിശോധന നടത്തി. ഭൂമിയിലെ കെട്ടിടങ്ങളുടെയും അതിർത്തികളുടെയും വിശദാംശങ്ങൾ ശേഖരിച്ചു. അതിർത്തി സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആലുവ ഈസ്റ്റ് വില്ലേജിലെ വില്ലേജ് ഓഫീസറെയും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിലെ ഇൻസ്പെക്ടർ സിജു K നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനായി എത്തിയത്. GCDAയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം. ഉമാ തോമസ് MLAയ്ക്ക് അപകടം സംഭവിച്ച വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. എറണാകുളം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അപകടമുണ്ടായ അന്നു മുതൽ GCDയുടെ നടപടികൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നതാണ്. അനുമതി നൽകിയെന്ന് സംബന്ധിച്ച GCDA എന്നാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരുന്നില്ല. മുഴുവൻ വീഴ്ചയും സംഘാടകരായ മൃദംഗ വിഷന്റേതാണെന്നായിരുന്നു GCDAയുടെ നിലപാട്. നൃത്തപരിപാടിക്ക് അനുമതി നൽകുന്നതിൽ ആദ്യം ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പുയർന്നുവെന്നും ഇതിനെ GCDA ചെയർമാനും സെക്രട്ടറിയും ചേർന്നാണ് മറികടന്നതെന്നും ആരോപണമുയർന്നിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കൊച്ചി സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവായത്. പ്രാഥമിക അന്വേഷണം വേഗത്തിൽ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. GCDAയുടെ മുഴുവൻ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. വാടക നിശ്ചയിച്ചതിലും ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ടായിരിക്കെ മറ്റൊരു പരിപാടിക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയതിലും ക്രമക്കേടുണ്ട് എന്നാണ് പരാതിയിലെ ആരോപണം. ന്യൂസ് 18 കൊച്ചി. റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പിൻവലിച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ തുക വിതരണം ചെയ്യാമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഈ മാസം 1 മുതൽ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലാണ്. മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനം. റേഷൻ വ്യാപാരികൾ മറ്റന്നാൾ മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് ധാന്യങ്ങൾ എത്തിക്കാൻ തയ്യാറാണെന്ന് വാതിൽപ്പടി വിതരണക്കാർ അറിയിച്ചു.
+1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. അടൂർ സ്വദേശിയായ പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാക്കളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ 9 പ്രതികളാണുള്ളത്. 4 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. തൊടുപുഴ പെരുമാങ്കണ്ടത്ത് റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തി ഒരാൾ മരിച്ചു. മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനും കുമാരമംഗലം സ്വദേശിയുമായ സിബിയാണ് മരിച്ചത്. കാറിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സിബിയുടെ മൃതദേഹം. ആലുവ കോങ്ങോർപിള്ളിയിൽ വാഹനത്തിന് തീപിടിച്ചു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തീയണച്ചു. മണൽ കയറ്റിയ ടിപ്പർ ലോറിയിലാണ് തീ ആളിപ്പടർന്നത്. തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല. ിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറും. കൈമാറ്റത്തിനുള്ള ഹർജി US സുപ്രീംകോടതി ശരിവച്ചു. റാണ ഗൂഢാലോചന നടത്തിയെന്നും ഭീകരർക്ക് സഹായം നൽകിയെന്നുമാണ് കണ്ടെത്തൽ. പാകിസ്ഥാനി കനേഡിയൻ പൌരനാണ് തഹാവൂർ റാണ. തന്നെ ഇന്ത്യയ്ക്ക് കൈമാറരുതെന്നാവശ്യപ്പെട്ട് റാണ വിവിധ ഫെഡറൽ കോടതികളിൽ നൽകിയ അപ്പീലുകൾ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഒടുവിൽ സുപ്രീംകോടതിയും ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള തീരുമാനം ശരിവച്ചു. റോഡിൽ സുരക്ഷ ഉറപ്പാക്കാം. കാൽനട യാത്രക്കാർ റോഡിലെ സിഗ്നലുകളും സൈൻ ബോർഡുകളും അനുസരിക്കണമെന്ന് നടൻ അമിതാഭ് ബച്ചൻ. യുവതലമുറ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ പിന്നോട്ടെന്നും നടൻ പറഞ്ഞു. ന്യൂസ് 18 സംഘടിപ്പിച്ച സഡക് സുരക്ഷാ അഭിയാനിൽ സംസാരിക്കുകയായിരുന്നു അമിതാഭ് ബച്ചൻ. ലോകമെമ്പാടും 13 ലക്ഷം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ടെന്ന് നിതിൻ ഗഡ്കരി. ഇതിൽ വലിയൊരു ഭാഗം സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. റോഡുകളിൽ ഉത്തരവാദിത്തമുള്ള പൌരന്മാരാകുകയാണ് പ്രാഥമികമായി ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 സംഘടിപ്പിച്ച സഡക് സുരക്ഷാ അഭിയാനിൽ സംസാരിക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7530 രൂപ, പവന് 60,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6230 രൂപ, പവന് 49,840 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.